ബ്രിഗേഡിയർ വേണു നായരിലേക്ക്. ബ്രിഗേഡിയർ, നോക്കൂ, ഇന്ത്യ ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ്. ആ കരുത്താണ് യഥാർത്ഥത്തിൽ എല്ലാ ഭരണകൂടങ്ങൾക്കും ഒപ്പം നമ്മുടെ പട്ടാളത്തിനുമൊക്കെ കരുത്തായി മാറുന്നത്. ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യങ്ങളെ താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെ? പാകിസ്ഥാനും അവരുടേതായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ജവാനെ അടക്കം അബദ്ധത്തിൽ അതിർത്തി കടന്ന ഒരു ജവാനെ അടക്കം പിടിച്ചു വച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലങ്ങളിൽ പല വിധത്തിലും പാകിസ്ഥാനും പ്രകോപനങ്ങൾ വീണ്ടും തീർക്കുകയാണ്. നയതന്ത്ര സ്ട്രൈക്കിന് പുറമെ ഇനി ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യ നീങ്ങുന്നത്? അതിർത്തിയിലെ ആ സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ. എല്ലാവർക്കും ജയ് ഹിന്ദ്. ഇന്നത്തെ പാനലിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ MP ശ്രീ സമ്പത്തും കൂടെ ഉണ്ട്. ഇന്നലെ ഞങ്ങളൊരു പാനലിലുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു പെഹൽഗാമിൽ ഉണ്ടായത്. അതിലെ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു സുരക്ഷയിലെ കുറവ് വന്നു എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വരും. എന്നാൽ ഈ സ്ഥലത്തെപ്പറ്റി ഒന്ന് ഞാനതിനെ ക്വാളിഫൈ ചെയ്യാം. ഇത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഡെപ്തിലുള്ളൊരു സ്ഥലമാണ്. ഈ പ്രദേശങ്ങളിൽ അനന്തനാഗ് മിലിറ്റൻസിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പുണ്ടായിരുന്നില്ല. കാശ്മീരിൻ്റെ ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ പോകുന്ന ഒരു 700-800 കിലോമീറ്ററോളം നീളമുള്ള ലൈൻ ഓഫ് കൺട്രോൾ ആർമിയുടെ കീഴിലാണ്. അതിൻ്റെ ഒരു ഡെപ്ത് അബൌട്ട് 10 കിലോമീറ്റേഴ്സും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഈ ഇൻസർജൻസ് തുടങ്ങിയ സമയത്ത് എല്ലായിടത്തും ആർമിയുടെ കൺട്രോളിലായിരുന്നു. അത് കഴിഞ്ഞ് ഇൻസർജൻസി അണ്ടർ കൺട്രോൾ വന്നപ്പോൾ അവർ പോലീസ് ഫോഴ്സസിനും BSFനും CRPFനും ഒക്കെ കൊടുത്തിട്ട് അവർ പഴയ ലൈൻ ഓഫ് കൺട്രോളിലേക്ക് മടങ്ങി. അതിൻ്റെ കൂടെ തന്നെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഒരു ഗ്രിഡുണ്ട്. പിന്നെ ഇതിനെ എല്ലാവരെയും കൂടെ ഏകോപിപ്പിക്കാൻ ഒരു യൂണിഫൈഡ് കമാൻഡും കൂടെയുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് വാലി JNKയുടെ സുരക്ഷ ഈ പറഞ്ഞാൽ യൂണിഫൈഡ് കമാൻഡിൻ്റെ കീഴിലാണ്. അവരുടെ ഒരു യോജിപ്പും എല്ലാം ഇതിന് വരും. പക്ഷേ ഇവിടെ പെഹൽഗാമിലുണ്ടായിരുന്ന കാര്യം, അവിടെ ഏതായാലും പോലീസ് സ്റ്റേഷൻ തുടങ്ങി അവിടുത്തെ, ഞാൻ മനസ്സിലാക്കിയത് CRPF ആയിരുന്നു അവിടുത്തെ ചുമതലക്കാരെന്നാണ്. അവിടെ എന്താണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത് എന്നെല്ലാം നമുക്ക് ഇനി പരിശോധിക്കാം. ഏതായാലും ഈ വിഷയമുണ്ടായി. ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് പാകിസ്ഥാൻ ആർമി ചീഫിൻ്റെ ആ ഒരു പ്രസംഗം നമ്മളെല്ലാവരും പല ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ പാകിസ്ഥാനെ എൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇക്കോണമിയെ നിയന്ത്രിക്കലാകട്ടെ, അവിടുത്തെ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നതും എല്ലാം അവിടുത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിൻ്റെ ചുമതലയായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ജനറൽ മുനീർ ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ആർമി ഓഫീസറാണ്. അദ്ദേഹം വളരെ ഒരു മതത്തിനെ കൂടി തൻ്റെ അധികാരത്തിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ആ ഒരു സമ്മേളനത്തിൽ എക്സ്പാറ്റ്സിൻ്റെ ഒരു ബിസിനസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് അദ്ദേഹത്തിന് പറയേണ്ട അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതും കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏതായാലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിനാണെന്നുള്ളതിന് സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതിൽ നമ്മുടെ ലഷ്കർ-ഇ തയ്യബ തന്നെയാണ് ഈ JNKയിലുള്ളത്. അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നരഹത്യയ്ക്ക് ശേഷം നമുക്ക് ഇന്ത്യ അതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പിടി കണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യ അവിടുത്തെ 26 മൃതദേഹങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊതുജനം ആഗ്രഹിക്കുന്നത് ഒരു കൈനറ്റിക് റെസ്പോൺസ് ആണ്. പക്ഷേ അതെടുക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിന് പല കാര്യങ്ങൾ, ഇതിൻ്റെ കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട്. ഇത് യുദ്ധം ഈ ലൈൻ ഓഫ് കൺട്രോളിൽ 1947-48 യുദ്ധത്തിന് ശേഷം 2 ആർമികളും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഒരു രേഖയാണ്. അന്നു മുതൽ ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങളായല്ലോ ഒരു 25 ബറ്റാലിയൻസ്
ടേൺ ഓവർ തീർന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റ്മോസ്റ്റ് ആയിട്ടാണ് എപ്പോഴും ഉള്ളത്. ഒരു കുറച്ച് വർഷം, ഒരു 2-3 വർഷം മുമ്പ് നമ്മൾ സീസ് ഫയർ രണ്ടുപേരും കൂടെ സമ്മതിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഇപ്പോൾ നേർക്ക് നേര് ലൈൻ ഓഫ് കൺട്രോളിൽ പണ്ട് ഞാനുണ്ടായിരുന്ന സമയത്തുണ്ടായ ഫയറിങ് ഇപ്പോൾ നടക്കുന്നില്ല. സിയാച്ചിലും ഗൺസ് സൈലൻ്റ് ആണ്. അപ്പോൾ അവിടെ രണ്ട് സൈന്യങ്ങളും എന്തിനു വേണ്ടിയും എപ്പോഴും തയ്യാറാണ്. ചില സ്ഥലങ്ങളിൽ ലൊക്കാലിറ്റി ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യയാണെങ്കിൽ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ താഴത്തുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഏതാണ് ടാർഗറ്റായിട്ട് എടുക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ 2-3 ഭാഗങ്ങളായിട്ടാണല്ലോ ഇതിൻ്റെ റെസ്പോൺസ് പോകുന്നത്. അപ്പോൾ നയതന്ത്രപരമായ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ ചെയ്യാത്തത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റി, അതിൻ്റെ ഇഫക്റ്റിനെ പറ്റി നമുക്ക് പിന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ടതിന് അത് കൈനറ്റിക് ആർമിയെ ആണോ ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ സ്പെഷ്യൽ ഫോഴ്സസ് ഉണ്ട്. തീർച്ചയായും അത്തരത്തിൽ നാം കരുത്തരാണ് എന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസവും അങ്ങനെയാണ് നമ്മുടെ വസ്തുതകളും മുമ്പോട്ട് വെക്കുന്നത്.